ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി അമൃതം പൊടി വെച്ചിട്ട് ഒരു അടിപൊളി ഉപ്പുമാവിൻ്റെയാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും അതുപോലെ തന്നെ വൈകുന്നേരം ചായയുടെ കൂടെ ആയാലും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അമൃതം പൊടിക്ക് ചെറിയൊരു മധുരം ഉണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ആ ഒരു മധുരം അതിനൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഉപ്പുമാവ് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു അമൃതം പൊടി ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാനിപ്പോൾ 2 കപ്പ് അമൃതം പൊടി വെച്ചിട്ടാണ് ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കുന്നത്. കുറച്ച് കൂടുതൽ അളവിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ 2 കപ്പ് അമൃതം പൊടി ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കൈയെടുക്കാതെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഒരുപാട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് ചൂടായിട്ട് കിട്ടിയാൽ മതിയാവും. അപ്പോൾ അമൃതം പൊടി നല്ല പൊടി രൂപത്തിലായതുകൊണ്ട് കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ പൊടി നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. കാരണം പാനിൽ തന്നെ വെച്ചിരിക്കുകയാണെങ്കിൽ ആ ഒരു പാനിൻ്റെ ചൂടിൽ കിടന്ന് ചിലപ്പോൾ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി വേറൊരു പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉഴുന്ന ഇടയ്ക്ക് കടിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ കടുക് പൊട്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഉഴുന്ന് കളറൊക്കെ മാറി ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു സവാളയുടെ പകുതി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ സവാളയാണെങ്കിൽ ഒന്ന് തന്നെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ സവാള ചേർക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് 2 ഉണക്കമുളക് പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പറയാൻ വിട്ടുപോയതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ പച്ചമുളക് ചേർക്കണം എന്നില്ല. പക്ഷേ പച്ചമുളകും കൂടെ വലിയവർക്കാണെങ്കിൽ പച്ചമുളകും കൂടെ ഉണ്ടാകുമ്പോൾ ആ ഒരു എരിവും കൂടെ ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചെറിയൊരു കഷ്ണം മതിയാവും കേട്ടോ. ഇനി ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ചെറിയൊരു ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരു ക്യാരറ്റൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വരണം. അപ്പോൾ ക്യാരറ്റും സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അമൃതം പൊടി, അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ടാവണം. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പുട്ടിനൊക്കെ നനച്ചെടുക്കുന്ന രീതിയിൽ ഒന്ന് നനച്ചെടുക്കാം. അപ്പോൾ കുറേശ്ശെയായിട്ട് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സാക്കി എടുക്കാം. നമ്മൾ പുട്ടിനൊക്കെ മിക്സാക്കി എടുക്കുന്ന ആ ഒരു രീതിയിൽ ആ ഒരു നനവിൽ ഇതും റെഡിയാക്കി എടുക്കാം. ഒരുപാട് ഡ്രൈ ആയി പോവരുത്, വെള്ളം അതുപോലെ തന്നെ കൂടി പോവുകയും ചെയ്യരുത്. കുറച്ച് വെള്ളം തന്നെ മതിയാവും. അപ്പോൾ ഈ ഒരു സമയം തന്നെ ക്യാരറ്റും സവാളയൊക്കെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നനച്ച് വെച്ചിട്ടുള്ള ഈ ഒരു അമൃതം പൊടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു സവാളയുടെ ഈ ഒരു കൂട്ടും അമൃതം പൊടിയും കൂടെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടണം. പിന്നെ അമൃതം പൊടി ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് ആ ഒരു സവാളയുടെ മിക്സിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അമൃതം പൊടി കുഴച്ചെടുക്കുന്ന ആ ഒരു ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ചൂടുള്ള ആ ഒരു ഉപ്പ് വെള്ളത്തിൽ മിക്സാക്കി എടുത്താലും മതിയാവും. ഉപ്പ് കൂടി പോവരുത്, കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ അവസാനം നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പിടുത്തം തേങ്ങ കൂടെ ഇതിലേക്ക് തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവയെല്ലാം കൂടെ കുറച്ച് സമയം ചെറുതായിട്ടൊന്ന് വഴറ്റി മിക്സാക്കി എടുത്താൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള അമൃതം പൊടി വെച്ചിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ചെറിയൊരു മധുരവും എരിവും എല്ലാം കൂടി ചേർന്നിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അമൃതം പൊടി വീട്ടിലുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.